വലിയ നോമ്പ്. മൂന്നാം ബുധനാഴ്ച. ഒരു ആത്മീയ ചിന്ത. ഈ നോമ്പുകാലത്ത് നാം പകുതി ദൂരം പിന്നിട്ട് കഴിഞ്ഞു. ഇന്നത്തെ സുവിശേഷ ഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവഹിതം പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചും ഹൃദയത്തിന്റെ പരിവർത്തനത്തെക്കുറിച്ചുമാണ്. പ്രധാന ചിന്താവിഷയങ്ങൾ: അനുസരണവും വിശ്വാസ്യതയും. ദൈവത്തിന്റെ കൽപ്പനകൾ കേൾക്കുക മാത്രമല്ല, അവ ജീവിതത്തിൽ പ്രവർത്തികമാക്കാനും നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും ആത്മാവോടും കൂടെ സ്നേഹിക്കുക എന്ന കൽപ്പന ഈ നോമ്പുകാലത്ത് നാം എത്രത്തോളം പാലിക്കുന്നുണ്ട്? ആന്തരിക ശുദ്ധി. ബാഹ്യമായ അനുഷ്ഠാനങ്ങളെക്കാൾ ദൈവം ആഗ്രഹിക്കുന്നത് നിർമ്മലമായ ഒരു ഹൃദയമാണ്. മറ്റുള്ളവരോടുള്ള വിദ്വേഷം വെടിഞ്ഞ് ക്ഷമിക്കാനും സ്നേഹിക്കാനും നമുക്ക് കഴിയുന്നുണ്ടോ? വചനത്തിൽ വേരൂന്നിയ ജീവിതം. മോശയിലൂടെ നൽകപ്പെട്ട നിയമങ്ങൾ പൂർത്തിയാക്കാനാണ് ക്രിസ്തു വന്നത്. നമ്മുടെ ജീവിതത്തെ വചനത്തിന്റെ വെളിച്ചത്തിൽ വിലയിരുത്താനുള്ള സമയമാണിത്. ധ്യാനചിന്ത. ഞാൻ നിയമത്തെയോ പ്രവാചകന്മാരെയോ ലംഘിക്കാനല്ല, മറിച്ച് പൂർത്തിയാക്കാനാണ് വന്നത്. നമ്മുടെ ജീവിതത്തിലെ ചെറിയ നിയമങ്ങൾ പോലും സ്നേഹത്തോടെ പാലിക്കുമ്പോൾ നാം ദൈവരാജ്യത്തിന് അർഹരായിത്തീരുന്നു. നിയമം ഒരു ഭാരമായല്ല, മറിച്ച് ദൈവത്തിലേക്കുള്ള വഴിയായി കാണാൻ നമുക്ക് ശ്രമിക്കാം. ഇന്നത്തെ പ്രാർത്ഥന. കാരുണ്യവാനായ ദൈവമേ, ഈ നോമ്പുകാലത്തെ മൂന്നാം ബുധനാഴ്ചയിൽ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ നിൽക്കുന്നു. അങ്ങയുടെ വചനം ശ്രവിക്കാനും അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് സ്നേഹത്തിന്റെയും ക്ഷമയുടെയും സാക്ഷികളാകാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.